കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് പൗരോഹിത്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിലും നമ്മൾ പറയുന്നു. ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ പറയാം കേട്ടോ. കേൾക്കാനും തെറ്റിതിരുത്താനും ഞങ്ങൾ സദാ സന്നദ്ധരും ആണെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ശുദ്ധമുള്ള എബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം, എന്നാൽ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. എന്നാൽ അഹരോനെ പോലെ no man takes this honor unto himself, but he that is called of God. അപ്പൊ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും സ്വയം എടുക്കുന്നില്ല. ദൈവം വിളിക്കുന്നവൻ അല്ലാതെ ആരും സ്വയം എടുക്കുന്നില്ല. എന്താണ് പൗരോഹിത്യം? ഇപ്പം എടുക്കുന്നതല്ല, നൽകപ്പെടുന്നതാണ് പൗരോഹിത്യം. It's not taken, it is given. പൗരോഹിത്യം ഇപ്പൊ ഞാൻ ചിന്തിക്കണം, അങ്ങ് പുരോഹിതനായേക്കാം. നാളെ മുതൽ ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്ന പോലെ ഞാൻ എന്നെ തന്നെ പുരോഹിതനാക്കാൻ പറ്റില്ല. അപ്പൊ സ്വയമായി പുരോഹിതനാകാൻ പറ്റില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സിൽ പുരോഹിതന്മാരില്ല എന്ന് ഞാൻ പറഞ്ഞു. പുരോഹിതന്മാരുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാൻ, ഞങ്ങൾ പുരോഹിതനാണ്, ഞങ്ങൾക്ക് പൗരോഹിത്യമുണ്ട്, ആ പൗരോഹിത്യം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയാം. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, എന്നാൽ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ഇനി ഈ സ്ഥാനം സ്വതവേ എടുക്കാൻ ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിൽ ആർക്കെങ്കിലും യോഗ്യതയോ അർഹതയോ അതിനുള്ള മാന്യതയോ ഉണ്ടായിരുന്നു എങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്. ഒരു മനുഷ്യന്റെ ഈ സാക്ഷ്യം ആവശ്യമില്ല. പക്ഷെ അവിടെ പറയാണ്, ഔവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പൊ ക്രിസ്തു പോലും ഈ പൗരോഹിത്യം സ്വന്തമായിട്ട് എടുത്തിട്ടില്ല. സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുരോഹിതനാക്കാൻ പറ്റില്ല. ഇതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളിനെതിരായിട്ടാണ് ഈ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗം സോഷ്യൽ മീഡിയയിൽ തള്ളിമറിക്കുന്നത്. അവർ നടത്തുന്ന തള്ളിമറിക്കൽസ് മുഴുവൻ ബൈബിൾ വിരുദ്ധമാണ്, ചരിത്ര വിരുദ്ധമാണ്, യുക്തി വിരുദ്ധമാണ്, യാതൊരു അടിസ്ഥാനവുമില്ല. ഇതാണ് ഞാനീ പറയുന്നത്. ഇന്ന് വരെ ഞാൻ പറയുന്നത് ഇതിനെ യുക്തിസഹമായിട്ട് ഖണ്ഡിക്കുവാൻ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു പണ്ഡിത കുണ്ഡിത ശിരോമണിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവര് ചത്ത പോലെ കിടക്കുക. അത് തന്നെ മല്ലനും മാധവനും കഥയ്ക്കകത്ത് കരടി വന്നപ്പോൾ മാധവൻ ചത്ത പോലെ കിടന്നു. അപ്പം ഇതാണ് ഇവര് കരുതുന്നത്, കുറെ കഴിയുമ്പോൾ പൊക്കോളും, മിണ്ടത്തില്ല. അതുകൊണ്ട് ചത്ത പോലെ അനങ്ങാതെ കിടക്കുക. എത്ര നാൾ നിങ്ങളിങ്ങനെ ചത്ത പോലെ കിടക്കും? കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന് പൗരോഹിത്യമുണ്ടോ? അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ കാര്യം പറയത്തില്ല, വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിക്കും. കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന് പൗരോഹിത്യമില്ല. പിന്നെ എന്താ ഉള്ളത്? അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടത്തമുണ്ട്.
പട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതാണ്. തങ്ങളെ ഭരിക്കുവാനോ നയിക്കുവാനോ മേയ്ക്കുവാനോ ഉള്ള ആളുകളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നേതാവാക്കുന്നു. അത് അബ്ശാലോമിനെ കുറെ ആളുകൾ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, അബ്ശാലോം രാജാവേ ജയ ജയ. അപ്പോൾ അബ്ശാലോം എന്തായി? രാജാവായി. അത് ടെമ്പററി ആയിരുന്നു. ദാവീദ് ഭയപ്പെട്ട് സിംഹാസനം വിട്ട് രാജ്യം വിട്ട് ഓടിപ്പോണ്ടി വന്നു. ദാറ്റ് വാസ് ഓൾസോ ടെമ്പററി. അബ്ശാലോം രാജാവായതുപോലെ ചില ആളുകളെ പുരോഹിതന്മാരാക്കുന്നു. പക്ഷെ അവർ പുരോഹിതന്മാരാകുന്നില്ല, പട്ടക്കാരാകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ആരെയാണ്? പട്ടക്കാരെ ആക്കാം. ഇപ്പൊ ഓർഡിനേഷൻ അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ സഭയുടെ നേതാവായിട്ട്, ഇപ്പൊ SNDP യോഗത്തിന് വേണമെങ്കിലും പട്ടം കൊടുക്കാം അവരുടെ നേതാവായിട്ട്. ഏത് സംഘടനയ്ക്കും പട്ടം കൊടുക്കാം. പഴയ കാലത്ത് രാജാക്കന്മാർ അധികാരമേൽക്കുന്നതിനെ പട്ടാഭിഷേകം എന്നാണ് പറയുന്നത്. പട്ടാഭിഷേകം. അപ്പൊ പട്ടം കൊടുക്കുന്ന ഓർഡിനേഷൻ ഉണ്ട്. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ കുപ്പായമിട്ട് അരക്കെട്ട് നടക്കുന്ന എല്ലാവരും പട്ടക്കാരാണ്. പക്ഷെ അവരാരും പുരോഹിതന്മാരല്ല. പൗരോഹിത്യം മുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് യേശുക്രിസ്തു പോലും സ്വന്തമായിട്ട് എടുത്തിട്ടില്ല, സ്വന്തമായിട്ട് എടുക്കാൻ മുതിർന്നിട്ടില്ല, സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് നൽകപ്പെടുന്നതാണ്. കർത്താവായ യേശുവിന് അത് നൽകപ്പെട്ടതാണ്. കർത്താവായ യേശു ആ കൊഹനൂസ തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകി. തൻ്റെ ശിഷ്യന്മാർക്ക് പാപമോചന അധികാരത്തോടെ കൊഹനൂസോ നൽകുമ്പോൾ അവിടെ പന്തിരുവരിൽ യൂദ നശിച്ചു പോയിരുന്നു, തോമ ഓടിപ്പോയിരുന്നു. സുറിയാനി സഭയുടെ പ്രുമിയോൻ സദറ പറയുകയാണ്, കിംത്യായുടെ നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ആ ഞായറാഴ്ച ശിഷ്യന്മാർ ഇരിക്കുന്ന മുറിയിലേക്ക് യേശു തമ്പുരാൻ വരുമ്പോൾ അവിടെ യൂദ നശിച്ചു പോയിരുന്നു, തോമ ഓടിപ്പോയിരുന്നു. 2 സ്ഥാനത്ത് ഒഴിവുണ്ടായിരുന്നു. ആ 2 സ്ഥാനത്തേക്ക് യേശു തമ്പുരാൻ എന്ത് ചെയ്തു? എമ്മവസിലേക്ക് പോയിരുന്ന 2 പേരെ കൂടെ നടന്ന് വിളിച്ച് തിരിച്ച് കൊണ്ടുവന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. ആ എമ്മൗസിലേക്കുള്ള യാത്രയുടെ പാറ്റേണിലാണ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. എമ്മൗസ് യാത്രയ്ക്ക് അത്രമാത്രം പ്രാധാന്യമാണ് സുറിയാനി സഭ കൊടുക്കുന്നത്. റോഡ് ടു എമ്മൗസ്. കാരണം എന്താണ്? എമ്മാവുസിലേക്കുള്ള യാത്രയിൽ ജെറുസലേമിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി എതിർപ്പുകളുടെയും വെല്ലുവിളികളുടെയും മരണഭീതിയുടെയും ഒക്കെ യെരുശലേമിൽ നിന്ന് പ്രായണ സുരക്ഷിതമായ 11 കിലോമീറ്റർ അകലെയുള്ള എമ്മൗസിലേക്ക് പോയ അവരോടൊപ്പം യേശു തമ്പുരാൻ ചേർന്ന് നടന്നു. മോശയുടെ പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് അവരോട് സംസാരിച്ചു. ഇതാണ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന. ഒറൈത്തായുടെ പുസ്തകം വായിക്കുന്നു, സങ്കീർത്തനങ്ങൾ വായിക്കുന്നു, അല്ലേ? നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. പിന്നീട് പ്രവാചക പുസ്തകങ്ങൾ, പിന്നീട് ഏവങ്കേലിയോൻ അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. ഒടുവിലായി അപ്പത്തിന്റെ ഖണ്ഡനം. അവർ ഇരുന്ന മുറിയിൽ അവൻ അപ്പം എടുത്തു, വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അവർ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. അവർ മടങ്ങി വരുമ്പോൾ കർത്താവ് ഇവിടെ സ്ലീഹന്മാർക്ക് കൊഹനൂസോ കൊടുക്കുകയാണ്. 2
സ്ഥാനങ്ങൾ ഒഴിവുണ്ടായിരുന്നു. ആ 2 സ്ഥാനങ്ങളിലേക്ക് ഇവർ പ്രവേശിച്ചു. യൂദ നശിച്ചു പോയിരുന്നു, തോമ ഓടിപ്പോയിരുന്നു. അവിടേക്ക് ക്ലയോപ്പാവും കൂട്ടുകാരനും പ്രവേശിച്ചു. അങ്ങനെ 12 പേർക്ക് കർത്താവായ ഈശോ മിശിഹ കൊഹനൂസോ കൊടുത്തു. അവര് വീണ്ടും ശിഷ്യപരമ്പരകൾക്ക് കൊഹനൂസോ കൊടുത്തു. പൗരോഹിത്യ നൽവരം പിന്തുടർച്ചയാണ്. അത് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുവാനോ അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിക്കുവാനോ കഴിയുന്ന ഒന്നല്ല. ഈ സത്യസായിബാബ ഇങ്ങനെ കൈകറക്കി അന്തരീക്ഷത്തിൽ നിന്ന് HMDയുടെ വാച്ചൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെയല്ല ഇത്. ഇത് ഒരു പൂർവ സൂര്യയിൽ നിന്ന് കൈവപ്പ് മുഖാന്തരം കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ നോ ബ്ലൂടൂത്ത് കണക്ഷൻ, നോ വയർലെസ് കണക്ഷൻ, നോ ഓർഡിനേഷൻ റിമോട്ട് കൺട്രോളിലൂടെ ഒന്നും ഒരു ഓർഡിനേഷനും ഇല്ല. കൈവെപ്പിലൂടെ, ലേയിങ് ഓൺ ഓഫ് ദ ഹാൻഡ്സ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ തന്നെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് കൈവപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ എബ്രായ ലേഖനമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിന് തൊട്ടു പുറകിൽ ഇപ്പൊ നമ്മൾ വായിച്ചത് 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച 5-ാം അധ്യായമാണ് വായിച്ചത്. 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഔവണ്ണം ക്രിസ്തുവും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്തുവും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അഞ്ചാം അധ്യായത്തിൽ ക്രിസ്തു ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത വാക്യം വരുമ്പോൾ പറയാണ്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിൽ വിശ്വാസ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം കൈവപ്പ്. അതുകൊണ്ട് കൈവപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്രിസ്തുവും ആ സ്ഥാനം സ്വതവേ എടുത്തിട്ടില്ല. ഇറ്റ് മസ്റ്റ് ബി ഗിവൺ, ഇറ്റ് മസ്റ്റ് ബി പാസ്ഡ് ഓൺ ത്രൂ ജനറേഷൻസ്. അപ്പൊ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരിക്കുന്നതാണ് പൗരോഹിത്യം എന്നുള്ളത്. ഇതുകൊണ്ടാണ് IUC സഭ ഒരു വ്യാജ സഭ ആകുന്നത്, കള്ളന്മാരുടെ കൂടായി മാറുന്നത്. എനിക്ക് അവരുടെ വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കൃത്യമായി ഇത്ര വ്യക്തമായി ദൈവിക തിരുവെടുത്ത് പറയുകയും സഭയുടെ പാരമ്പര്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയെ തമസ്കരിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് പിന്നെയും ഞങ്ങൾ പുണ്യവാന്മാർ ആണ്, ഞങ്ങളുടെ സഭ പുരാതന സഭയാണ് എന്ന് പറയാനുള്ള ആ ജളത്തരാഹിത്യത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ന്യായാന്യായങ്ങൾ നിരത്തുകയും കാര്യകാരണ സഹിതം ഇത് തെറ്റാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾക്ക് പൗരോഹിത്യമുണ്ട്, അപ്പോസ്തോലിക പിന്തുടർച്ചയുണ്ടെന്ന് തെളിയിക്കുവാൻ ആർജവമുള്ള കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലെ ചുണക്കുട്ടികൾ വൺവണ്ണായിട്ട് മുന്നോട്ട് വരണം. വരിവരിയായിട്ട് വന്ന് തെളിയിക്കണം ഞങ്ങൾക്ക് ഇന്ന കാരണങ്ങളാൽ. എനിക്കറിയാൻ താല്പര്യമുണ്ട്, എന്താണ് വാട്ട് ആർ ദോസ് എക്സെപ്ഷൻസ്? നിങ്ങൾക്കുള്ള ഒഴിവ് കഴിവുകൾ എന്താണ്? നിങ്ങൾക്ക് നൽകുന്ന എക്സ്ക്യൂസ് എന്താണ്? നിങ്ങളുടെ എക്സ്ക്യൂസ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സെപ്ഷൻ ദൈവം അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ, ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പാരമ്പര്യത്തിലാണ്? അപ്പൊ ഇതാണ് വഞ്ചന എന്ന് പറയുന്നത്. അങ്ങനെ വഞ്ചനാത്മകമായ സമീപനമാണ് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭ കൊണ്ടുവരുന്നത്. അപ്പൊ എന്നിട്ട് അവർ പറയണം, ഞങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്, ഞങ്ങളെ നയിക്കും. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ, നിങ്ങൾക്കെന്നല്ല, ലോകത്തുള്ള ഏത് കമ്മ്യൂണിറ്റിക്കും ഏത് ഓർഗനൈസേഷനും അവരെ നയിക്കുവാനുള്ള സെക്രട്ടറിയെയോ പ്രസിഡന്റിനെയോ ട്രഷററിനെയോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ശുശ്രൂഷകൾ ചെയ്യാനുള്ള സ്റ്റുവേർട്സിനെയോ വെയിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഷെഫ്സിനെയോ ഒക്കെ തിരഞ്ഞെടുക്കാം. ഇവനാണ് ഞങ്ങളുടെ ഷെഫ്, ഇവനാണ് ഞങ്ങളുടെ സ്റ്റുവേർഡ്, എന്ത് വേണമെങ്കിലും, ഗാർഡനറിനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് കത്തനാരന്മാരെ തിരഞ്ഞെടുക്കാം, ഒക്കെ തിരഞ്ഞെടുക്കാം. പക്ഷേ അവർക്ക് പൗരോഹിത്യമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. അവർക്ക് പൗരോഹിത്യം കൊടുക്കാൻ അത് നിങ്ങൾക്ക് പറ്റില്ല. കാരണം പൗരോഹിത്യം എന്നത് ഇറ്റ് കനോട്ട് ബി ടേക്കൺ. പൗരോഹിത്യം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതാർക്കാണ്? അത് നൽകപ്പെടുന്നതാണ്. അപ്പൊ എവിടെ നിന്നാണ് നൽകപ്പെട്ടത്? ആരിൽ നിന്നാണ് പകരപ്പെട്ടത്? അതിന് ഉത്തരം പൂരിപ്പിക്കണം. അത്തരത്തിലുള്ള ഒരു ഉത്തരക്കടലാസ്
ആ ചോദ്യക്കടലാസ്, ഒരു ചോദ്യാവലി, ഒരു ക്വസ്റ്റ്യനെയർ നിങ്ങൾക്ക് നൽകപ്പെടുമ്പോൾ ആ ചോദ്യാവലിയെ പൂരിപ്പിക്കുന്ന ഉത്തരക്കടലാസാണ് പാരമ്പര്യം എന്ന് പറയുന്നത്, പൈതൃകം എന്ന് പറയുന്നത്, പിന്തുടർച്ച എന്ന് പറയുന്നത്. നിങ്ങളത് പൂരിപ്പിച്ചേ മതിയാവൂ. ആ ഉത്തരക്കടലാസ് പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് കത്തോലിക്ക സഭ നിങ്ങളുടെ വിശുദ്ധ കുർബാനയെ അംഗീകരിക്കാത്തത്. നിങ്ങൾക്കത് വിശുദ്ധ കുർബാനയാണെങ്കിലും കത്തോലിക്കർ അംഗീകരിക്കാത്തത്, അല്ലേ? നിങ്ങൾക്ക് അവരെ ഇതുവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. എത്രയോ പ്രാവശ്യം റോമിൽ പോയി നിങ്ങളുടെ കുർബാന നാടകങ്ങൾ അവിടെ അവതരിപ്പിച്ചു, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, കോളിനോസ് പുഞ്ചിരിയോടുകൂടെ അത് പലയിടത്തും പോസ്റ്റ്, തങ്ങൾക്ക് എന്തോ ആധികാരികതയുണ്ടെന്നും ലെജിറ്റിമസ് ആണെന്നും ഒക്കെ തെളിയിക്കാൻ, സ്ഥാപിക്കാൻ ഒക്കെ ശ്രമിച്ചു. പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായിപ്പോയി. നിങ്ങളൊരു ലെജിറ്റിമേറ്റ് സഭയല്ല, ഓതന്റിക് അല്ല എന്ന് ലോകത്തുള്ള നിങ്ങൾക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അറിയാം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മിനിഞ്ഞാന്ന് മലങ്കരയുടെ മെത്രാപ്പൊലീത്തായും ഇന്ത്യയുടെ മഫ്രിയാനിയുമായ ആബുന്മാർ ബെസേലിയോസ് ജോസഫ്, ശ്രേഷ്ഠ കാതോലിക്ക ബാവ, അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിൽ വന്നപ്പോൾ ആ ന്യൂയോർക്ക് നഗരത്തിലുള്ള മറ്റ് ഓർത്തഡോക്സ് സഭകളുടെ അധ്യക്ഷന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് മുന്നോട്ട് വന്നു. എർത്രിയൻ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ, അർമീനിയൻ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ശ്രേഷ്ഠ ബാവായെ സ്വീകരിച്ചത്. അതിന്റെ ചിത്രം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. 2 ആഴ്ച മുമ്പാണ് കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന്റെ തലവൻ മത്തായി മൂന്നാമനും ഒരു ശിങ്കിടി മെത്രാപ്പൊലിത്തായും കൂടെ കാനഡയും അമേരിക്കയും സന്ദർശിച്ചു. ഒരു കുറുക്കം പോലും തിരിഞ്ഞു നോക്കിയതായിട്ട് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണ് ഈ സഹോദരി സഭകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുതിരാത്തത്? കുറച്ച് PR വർക്ക് ചെയ്തും പണം കൊടുത്തും എവിടുന്നൊക്കെ ഇടയ്ക്ക് വേഷം മാറി ചിലരെ കൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിർത്തും എന്നുള്ളതല്ലാതെ ഒരു സ്വീകാര്യത കിട്ടാത്ത എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഇതാണ്. ഒരുമിച്ചൊരു കുർബാന നിങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ടാണ്? അപ്പൊ എന്തുകൊണ്ട് കാക്ക പറക്കുന്ന പോലെ എൻ്റെ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട്? കുട്ടിയുടെ സംശയമാണ്. കുട്ടി ചിന്തിക്കുകയാണ്, കാക്ക പറക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഈ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട്? കാക്ക പറക്കുന്ന പോലെ എൻ്റെ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട്? ഈ പൂച്ച എന്നാ പറക്കാത്തത്? പൂച്ച പറയണം മറുപടി. പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ലെന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ, സ്ട്രെയിറ്റ്, ഇൻസ്റ്റന്റ് ആൻസർ. പൗരോഹിത്യം ഇല്ല. പൗരോഹിത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഏത് വ്യക്തിക്കും ഈ ചലഞ്ച് ഏറ്റെടുക്കാം. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് പൗരോഹിത്യമുണ്ട് എന്ന് തെളിയിക്കുന്നവർക്ക് ഒരു കുതിരപ്പവൻ സമ്മാനം നൽകുന്നതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കാണ്. May God bless you.